അങ്ങനെ കുറെ കാലത്തിന് ശേഷം കാണാൻ കൊള്ളാവുന്ന ഒരു പടം പുറത്തിറങ്ങിയിരിക്കുകയാണ് അജിത്തിന്റെ ഭാഗത്ത് നിന്ന്. എന്തായാലും പടത്തിന്റെ റിവ്യൂലോട്ട് തന്നെ പോകാം നമുക്ക്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റൂഡിയോസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ വിടാമുയർച്ചി സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന മഴുക് തിരുമേനിയാണ്. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. ലൈക്ക പ്രൊഡക്ഷന്റെ ബാനറിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സിനിമ ഫെബ്രുവരി 6-നാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇത് റീമേക്ക് സിനിമയും കൂടിയാണ്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ സിനിമയുടെ അത് ഒഫീഷ്യലായിട്ട് നടന്നൊരു കാര്യം തന്നെയാണ്. കാരണം സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി ബ്രേക്ക് ഡൗൺ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് 10 കോടി ഓഫർ ചെയ്തു. അത് മാത്രമല്ല സിനിമേന്റെ പ്രോഫിറ്റിന് ഒരു ഷെയറും ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് നൽകണം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ കരാർ അനുസരിച്ച്. എന്തായാലും പടത്തിന്റെ റിവ്യൂലോട്ട് തന്നെ പോകാം നമുക്ക്. റിവ്യൂ നോക്കുകയാണെങ്കിൽ പടം നല്ലൊരു ക്ലാസ് പടമാണ്. നിങ്ങൾ ഒരിക്കലും ഇതൊരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു മാസ് മസാല പടമായിട്ട് അപ്രോച്ച് ചെയ്യരുത്. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ തലപതിന്റെ ലിയോ സിനിമ എത്ര പേർക്ക് അറിയാം? ആ ഒരു പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയായിരുന്നു? തലപതി ഫുൾ ഓൺ ആയിട്ട് ഒരു ക്യാരക്ടറിലായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് പോയപ്പോൾ മൂപ്പര് പക്ക ക്ലീശെ തലപതി ജയ് പടമായി പോയി. ആ ലിയോ സിനിമേന്റെ ഫസ്റ്റ് ഹാഫ് നമുക്ക് എങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് തന്നത്? കംപ്ലീറ്റ് ഓൺ ആ ഒരു ക്യാരക്ടർ. അതുപോലെയായിരുന്നു ഈ ഒരു സിനിമേന്റെ ഉടനീളമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയിരിക്കുന്നത്. കാരണം സിനിമയിലെ ഫുൾ ഓൺ ആയിട്ട് അജിത് അണ്ണൻ ആ ഒരു ക്യാരക്ടറിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു ക്യാരക്ടറിൽ ഒരു രീതിയിലും കൊമേഴ്ഷ്യലായിട്ട് ഈ ഒരു സിനിമ പോയിട്ടില്ല. മാക്സിമം ഇതിൽ കൊമേഴ്ഷ്യൽ എലമെന്റ്സേ കാണാൻ സാധിച്ചിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമേന്റെ സ്റ്റാർട്ടിങ് ഇൻട്രോയിൽ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണോ എന്ന്. കാരണം നല്ല സിമ്പിൾ ഇൻട്രോയിൽ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇതൊരു കൊമേഴ്ഷ്യൽ പടമല്ല, ഇതൊരു ക്ലാസ് പടമാണ്. പിന്നെ സിനിമയുടെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അജിത്ത് ഉണ്ട്, അതുപോലെ തന്നെ തൃഷയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അർജുൻ സർജ ഉണ്ട്. അർജുൻ സർജയൊക്കെ സിനിമയിലെ നല്ലൊരു ഗെറ്റപ്പും ഉണ്ട്, നല്ലൊരു ലുക്കും ഉണ്ട്, സൂപ്പറാണ് പടത്തില്. പിന്നെ തൃഷയ്ക്ക് വലിയ സ്പേസ് ഇല്ലെങ്കിലും സിനിമയിൽ ഉണ്ട് തൃഷ. പിന്നെ നമ്മുടെ അജിത്തിനാണ് കൂടുതൽ സ്പേസും പെർഫോമൻസും കാണാൻ സാധിക്കുന്നത്. പിന്നെ സിനിമയിൽ അജിത്തിന് കാറ് കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര് കിടുവാണെന്ന് നമുക്ക് പറയണ്ട. മൂപ്പരുടെ കിടിലൻ വിഷ്വൽസ് കാണാൻ സാധിക്കും നമുക്ക് കാർ ഓടിക്കുന്ന. ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെ പടത്തിന് നല്ല കിടിലൻ വിഷ്വൽസ് ആണ്. കാരണം പടത്തിന്റെ ഷൂട്ടൊക്കെ ഇന്ത്യന്റെ പുറത്താണ്. ഏതോ മരുഭൂമിയുടെ അടുത്തൊക്കെ ആയിട്ടാണ് പടത്തിന്റെ ഷൂട്ട് നടന്നിരിക്കുന്നത്. നല്ല കിടിലനാക്കിയിട്ടാണ് അതൊക്കെ കാണിച്ചിരിക്കുന്നത്. നല്ല ഫ്രെയിം, നല്ല സീൻസ് ഒക്കെ കാണും. നമുക്കൊരു പരിധി വരെ ഇതൊരു ഹോളിവുഡ് സിനിമയാണോ എന്നൊക്കെ തോന്നും നമുക്ക് ചില സീൻസ് കാണുമ്പോൾ. പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിന്റെ ആസ്പെക്ട്സ് ആയിട്ട് പല ആസ്പെക്ട്സ് പറയാനുണ്ട്. എന്നാലും സിനിമയിൽ കാറായിട്ട് ഹമ്മർ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല പോലെ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു ഹമ്മറിനെ. കാരണം നമ്മുടെ മാർക്കോസ് സിനിമയിലെ ഡിഫൻഡറിനെ ഉപയോഗിച്ച പോലെ ഈ സിനിമയിലെ ഹമ്മറിനെ നല്ല പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കാണാൻ പറ്റുന്നുണ്ട് സിനിമയില്. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയില് കഥ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ സിനിമേന്റെ കഥയാണ് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ആ സിനിമയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വിസ്റ്റ് പോവും. കഥ കാണാതെ തന്നെ പോയി കാണുക മാക്സിമം നിങ്ങൾ. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ അജിത്തിന്റെയും തൃശ്ശേന്റെയും ലൈഫൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പല പ്രശ്നങ്ങൾ, ലവ്, റൊമാൻറ്റിക് എലമെന്റ്സ് ഇതൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ്. കുറച്ച് സ്ലോ ആയിട്ടാണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എനർജറ്റിക് ആയിട്ട് അനിരുദ്ധിന്റെ സവതീക സോങ് വന്ന് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതൊരു പൊളി മൂഡായിട്ട് മാറും. പിന്നെ നമുക്കൊരു എൻഗേജിങ് ഫാക്ടർ അങ്ങ് കിട്ടും. പിന്നെ കുറച്ച് ചിലപ്പോൾ നിങ്ങൾ ക്രിഞ്ച് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും ചില സ്ഥലത്തൊക്കെ. പക്ഷെ എന്നാലും എനിക്ക് ഓക്കെ ആയിരുന്നു ആ സീൻസ് ഒക്കെ. പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിന്റെ മെയിൻ പ്ലോട്ടിലോട്ട് വരുന്ന സിനിമ ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ടാണ് ആ ഒരു പ്ലോട്ടിലോട്ട് എത്തിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിന്റെ ഇന്റർവെലൊക്കെയാണ്. വലിയൊരു ഇന്റർവെൽ പഞ്ച് ഒന്നും അല്ലെങ്കിൽ പോലും ഒരു ക്ലാസ് സിനിമയിൽ ഒരു ഇന്റർവെൽ പഞ്ച് അവർ കൊടുത്തിരിക്കുകയാണ്. ഒരു പരിധി വരെ ഒരു ആവറേജ് ഇന്റർവെൽ പഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതാണ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ജേണറിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിന്റെ സെക്കൻഡ് ഹാഫിലായിരുന്നു സത്യം പറഞ്ഞാൽ അനിരുദ്ധ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്റൻസ് ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അനിരുദ്ധ് പണ്ടത്തെ ആ ഒരു പവർ പോയിരിക്കുകയാണ്. കാരണം ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് ആകെയുള്ളൊരു BGM ആ ഒരു ടീസറിൽ കൊടുത്ത അല്ലെങ്കിൽ ട്രെയിലറിൽ കൊടുത്ത ആ ഒരു BGM മാത്രമേ ഉള്ളൂ. അതിൻ്റെ വേറൊരു വേരിയേഷൻ പോലെയായിരുന്നു ഈ സിനിമയിൽ നമ്മുടെ അർജുൻ സർജയ്ക്ക് ഇൻട്രോ തന്നെ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ആ ഒരു പണ്ടത്തെ ഒരു അനിരുദ്ധിനെ കാണാൻ പറ്റുന്നില്ല ഈ ഒരു സിനിമയിൽ എനിക്ക്. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, പക്ഷെ ആ ഒരു ഇമ്പാക്റ്റ് പോയി തുടങ്ങിയിട്ടുണ്ട് മൂപ്പർക്ക്. BGMസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ സിനിമേൻ്റെ ചിലയിടത്തെത്തിയപ്പോൾ. കാരണം പ്ലേസിങ് കാണുന്നില്ല. കുറച്ചും കൂടി പവറായ ഐറ്റം പണ്ടത്തെ പോലത്തെ ഉണ്ട്, പക്ഷെ ആ ഒരു പണ്ടത്തെ പവർ മൂപ്പർക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ആകെ 2-3 ഇടത്തൊക്കെ നല്ലത് കാണാൻ സാധിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൽ പിന്നെ പത്തിക്കിച്ച് പറഞ്ഞ സോങ് ക്ലൈമാക്സിലൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. അതൊക്കെ നല്ല പോസിറ്റീവ് തന്നെയാണ്.
പിന്നെ പടത്തിൽ അർജുൻ സർജ, നമ്മുടെ അജിത്ത് അണ്ണൻ്റെ പെർഫോമൻസ്, രണ്ടുപേരും വേഴ്സസ് ആയ ഫൈറ്റ് സീൻസ് സത്യം പറഞ്ഞാൽ ഇതിൽ വലിയ സൂപ്പർ ശക്തിമാൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. ഒരു നോർമൽ ആ ഒരു ഹസ്ബൻഡിന് ചെയ്യാൻ പറ്റുന്ന ഫൈറ്റ് സീനൊക്കെയാണ് ഈ പടത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫൈറ്റ് സീൻസിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ ഫൈറ്റ് സീൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഡിസപ്പോയിൻമെൻ്റ് ആവരുതാരും. പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൻ്റെ ഇതിൽ മൈനസ് ആയിട്ട് കുറച്ച് പറയാനുണ്ട്. കാരണം മൈനസ് എന്ന് പറയാനായിട്ട് ഈ ഒരു ചിലപ്പോൾ അജിത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെ ആവാം, പക്ഷേ ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇതൊരു US സർട്ടിഫിക്കറ്റ് സിനിമയാണ്. പല സിനിമയിൽ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ അവർ നോർമലായിട്ട് കാണുന്നതാണ്, നോർമൽ ആക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിൽ ഒരു ഫാമിലി പടം പോലെ ആക്കിയിരിക്കുകയാണ് പടത്തിൻ്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ്. കാരണം ഈ സിനിമയിൽ ബ്രൂട്ടൽ സീൻസ് അവർ അവകാശപ്പെടുന്നുണ്ട്, പക്ഷേ ഈ സിനിമയിൽ അത് കാണിക്കുന്നില്ല. ബ്ലർ ചെയ്തിട്ടും അല്ലെങ്കിൽ അത് എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാത്ത പോലത്തെ ഫ്രെയിമിലൊക്കെ ആയിട്ടാണ് അത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ജേണറിൽ അവർ സിനിമ എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പല സിനിമയിൽ അതൊക്കെ നോർമലായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു സിനിമയിൽ ആ നോർമൽ കാര്യം പോലും ഇതിൽ കാണിക്കുന്നില്ല. ബ്ലർ ചെയ്തു, അത് ഇങ്ങനെ എന്താ പറയുക കട്ട് സീനായിട്ട് ഫ്രെയിമൊക്കെ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഈ സിനിമയിൽ, ബ്രൂട്ടൽ സീൻസ്. പിന്നെ നമ്മുടെ അജിത്തിൻ്റെ ക്യാരക്ടർ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഭയങ്കര പോലീസുകാരനെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ. അദ്ദേഹം തോക്കെടുത്ത് കഴിഞ്ഞാൽ കാലിടിയൊക്കെ വെടിവെക്കത്തുള്ളൂ. കാരണം അയാളൊരു വെപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര് കാലിടിയിൽ വെടിവെക്കത്തുള്ളൂ. അങ്ങനെ പോലീസുകാരനെ പോലെയൊക്കെയാണ് മൂപ്പരുടെ ആക്ടിങ് അല്ലെങ്കിൽ ക്യാരക്ടർ. അത് ചിലപ്പോൾ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കാണിക്കുന്നതാണോ അതോ മൂപ്പർ അങ്ങനെയാണ് പോലീസുകാരനെ പോലെ. ബ്രൂട്ടൽസ് ഒക്കെ നല്ല കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം സിനിമയിൽ അത്രക്കുള്ള പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് വില്ലന്മാർ, എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന പണി കുറച്ച് ബ്രൂട്ടലാക്കാമായിരുന്നു. പക്ഷെ സിനിമ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ അതൊക്കെ ഒന്ന് കുറച്ച് ഒരു ക്ലാസ് പടമാക്കി എടുത്തിരിക്കുകയാണ്. പക്ഷെ നല്ലൊരു ട്രൈ തന്നെയാണത്. അക്കോർഡിംഗ് ടു മീ ഇതൊരു നല്ലൊരു വാച്ച് തന്നെയായിരിക്കും. അജിത്തിൻ്റെ നേരെ ചൊവ്വുള്ളൊരു നല്ലൊരു പടം കാണണമെങ്കിൽ ഇതിന് ടിക്കറ്റ് എടുത്തോ, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. അത് വെച്ച് ഒരു കൊമേഴ്ഷ്യൽ പടം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വലിമൈ തുനിവ് TV-യിൽ ഒന്നും കൂടി പോയി കാണുക, ഇത്രയ്ക്ക് പറയാനുള്ളൂ. എന്തായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അജിത്തിൻ്റെ ഈ ഒരു സിനിമ. എന്തായാലും ഇനി അടുത്ത പടത്തിനായിട്ട് വൻ വെയിറ്റിംഗ് ആണ്, ഗുഡ് ബാഡ് അഗ്ലി. എന്തായാലും സിനിമ കണ്ടവരെന്തായാലും സിനിമേൻ്റെ അഭിപ്രായം ബോക്സ് ചെയ്യപ്പെടുത്തുക. എന്തായാലും അടുത്തൊരു കിടിലൻ സിനിമയുടെ റിവ്യൂവിൽ കാത്തിരിക്കുകയും ചെയ്യുക. എന്തായാലും പടത്തിൻ്റെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ്, കളക്ഷൻ അപ്ഡേറ്റ് ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സിനിമയുടെ പ്രീസെയിൽ, ഫൈനൽ, ഓപ്പണിംഗ്, കളക്ഷൻ അങ്ങനെ പല ബോക്സ് ഓഫീസ് അപ്ഡേറ്റും കൊടുക്കുന്നതായിരിക്കും. എന്തായാലും കാത്തിരിക്കുകയും ചെയ്യുക. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും സിനിമ അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ. നിങ്ങൾ സിനിമ കണ്ടവരെന്തായാലും സിനിമേൻ്റെ അഭിപ്രായം ബോക്സ് ചെയ്യപ്പെടുത്തുക.